ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചോ? അപ്പോൾ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു. ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്ക് കപ്പയും ചിക്കൻ കറിയാണ് കേട്ടോ. നാടൻ രീതിയിലുള്ള ചിക്കൻ കറി. ഉണക്ക് കപ്പ നന്നായിട്ട് കഴുകണം. തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പല പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇടാവുള്ളൂ. അതിലത്ത് കെമിക്കൽസ് എന്തെങ്കിലും കാണും. ഒരു ഉണക്കപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ കേടാകാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഉണക്കപ്പം നന്നായിട്ട് കഴുകി വാരി അതിലേക്ക് ആ കപ്പയ്ക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൽ കരിയാപ്പിലയും ഇട്ട് നമ്മളതിനെ വേവിക്കാൻ വെക്കണം. അപ്പം ആ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ചെറിയൊരു പാൻ എടുത്ത് ഞാൻ അടുപ്പത്തേക്ക് വെള്ളം വെച്ച് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരുന്ന് മുക്കുറ്റിയാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ഫലപ്രദം മരുന്നാണ്. നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്നത്. ആ മുക്കുറ്റി ഒരാൾക്കാണെങ്കിൽ ഒരു മുക്കുറ്റി മതി കേട്ടോ. ഒരു മുക്കുറ്റി ഒരാൾക്ക് വെള്ളത്തിൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളമാക്കി അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്. ഷുഗർ നന്നായിട്ട് കുറയും. ഇവിടെ അമ്മ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതിന്. അത് തിളപ്പിക്കാൻ വെച്ചു ഞാൻ. അപ്പം നമ്മുടെ കോഴിക്കറി കപ്പ വേവുന്ന സമയത്തിന് കറി റെഡിയാക്കാമെന്ന് ഓർത്ത് ഞാൻ കോഴിക്കറി റെഡിയാക്കുവാണ്. കോഴിക്കറിക്കുള്ള പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ജീരകം ഇടും ഞാനതിന്. ജീരകം ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സവോള ഇട്ട് കൊടുക്കും. സവോളയൊന്ന് പതുക്കെ ഒന്ന് അതിൻ്റെ ഒരു ഇളകി വാടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ലേശം പാകത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുത്തു. ഞാനൊരു മാഗിയുടെ ഒരു ക്യൂബ്സ് ഇട്ട് കൊടുക്കും. ഒരു ടേസ്റ്റ് അതിന് നല്ല രുചിയാണ് ചിക്കൻ കറിക്ക്. മാഗി ക്യൂബ്സും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും. അതിൻ്റെ നന്നായിട്ട് അതിനെ ഇളക്കി ഒരു പതുക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചിക്കൻ തലേദിവസം കഴുകിയിട്ട് കാശ്മീരി മുളക് പൊടിയും ഉപ്പും മഞ്ഞളും എല്ലാം കുരുമുളകും ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിക്കനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. ഈ ചിക്കൻ ഇതിനകത്ത് കിടന്ന് ഈ സവോളയുടെ പച്ചമണവും തക്കാളിയുടെ പച്ചമണവും എല്ലാം മാറാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, അതിൻ്റെ അകത്ത് ചിക്കൻ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഒരു 3-4 മിനിറ്റ് നമ്മളതിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏറ്റവും തീരെ ഫ്ലെയിമിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട്. അപ്പോൾ ചിക്കനിലേക്ക് അതിൻ്റെ എല്ലാം പിടിക്കുകയും ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയുടെയും തക്കാളിയും എല്ലാം ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി വരുവേ. അപ്പോൾ അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നോളം വരെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ നമുക്കൊരു പാൻ വെച്ച് ഇതിനുള്ള മസാലകൾ റെഡിയാക്കണം. അപ്പം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അത് പാൻ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ പാൻ ചെറു തീയിട്ട് വെക്കണം. ചെറു തീയിലിടാവുള്ളൂ കേട്ടോ. നമ്മൾ മസാല ഇട്ട് കഴിയുമ്പോഴത്തേനും വലിയ തീയാണെങ്കിൽ അത് കരിഞ്ഞു പോകും മസാല. അപ്പോൾ മസാല ഇട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിട്ടു. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു. കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇട്ട്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് അതൊന്ന് പതുക്കെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കരിയാപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. കരിയാപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കും. പിന്നീട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും. അത് നന്നായി ചൂടായതിന് ശേഷം ചിക്കനിലേക്ക് ഞാൻ ആ പൊടി പച്ചമണമൊക്കെ മാറി നല്ലൊരു കളർ വരും. അത് ഇങ്ങനെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആ ചിക്കനൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറാൻ വെക്കുന്ന ഒരു നന്നായിട്ടൊന്ന്. കാരണം ചിക്കൻ ശരിക്കും വറുത്ത് വന്നതല്ലേ, ഒന്നൊന്ന് എല്ലാം സെറ്റാവാനായിട്ട്. ആ സമയം ഞാൻ കപ്പയ്ക്കുള്ള അരപ്പെടുത്ത് മിക്സിയിൽ അരയ്ക്കാനായിട്ട് അരച്ച് വെക്കാമെന്ന് ഓർത്തു. പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കരിവേപ്പിലയും കൂടി ഇട്ട് ആദ്യം അരയ്ക്കും. എന്നിട്ട് തേങ്ങ പതുക്കെ ഒത്തിരി അരയുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഞാൻ അരയ്ക്കുള്ളൂ. തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിന് ചിക്കൻ്റെ റെഡിയാക്കി മാറ്റാൻ നിർത്തുകൊണ്ട് ചിക്കനിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ വേണമല്ലോ. ചിക്കനിലേക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ മിക്സിയിലിട്ടെടുത്തുമ്പോൾ തണുപ്പായിരുന്നു തേങ്ങയ്ക്ക്, അപ്പോൾ പാല് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചു. ഈ ചൂട് വെള്ളം തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ അരയ്ക്കുവാണെങ്കിൽ നല്ല പാല് കിട്ടും. അങ്ങനെ തേങ്ങാപ്പാലും റെഡിയായി, കോഴിക്കുള്ള തേങ്ങാപ്പാലും റെഡിയായി. കോഴിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിനെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി 2-3 കരിയാപ്പിലയും തണ്ടൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചു. ആ സമയമായപ്പോഴത്തേനും നമ്മുടെ കപ്പയൊക്കെ വെന്ത് റെഡിയായി. ഇനി കപ്പയ്ക്കകത്ത് വെള്ളം ഒഴിച്ചല്ലേ നമ്മൾ കപ്പ വേവിച്ചേ, അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത് കപ്പ വേവിക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്ത് അതിലേക്ക് കപ്പയ്ക്കുള്ള അരപ്പും ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി അങ്ങോട്ട് അടച്ച് വെക്കണം. ഒരു മീഡിയം അതിൽ നന്നായിട്ട് ആവി വന്ന് ആ അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കൊരു തടിത്തവിയും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലേശം വെള്ളം ഉണ്ടാവും. കാരണം നമ്മൾ അരപ്പ് കഴുകി ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്ക് ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. തീയും കൂട്ടി വെച്ച് അതിനിങ്ങനെ കപ്പയെല്ലാം റെഡിയായി. കപ്പയും കോഴിക്കറിയും ഞങ്ങളുടെ റെഡിയായി. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.